പണ്ട് മുതൽ ഞങ്ങളുടെ നാട്ടിലേക്ക് 8 മണി കഴിഞ്ഞാൽ വണ്ടിയില്ലായിരുന്നു ഹൈ റേഞ്ചിലേക്ക്. അപ്പോൾ എന്താണെങ്കിലും പ്രോഗ്രാം കഴിയുമ്പോൾ 8 മണി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയില്ല. പിന്നെ വെളുപ്പിന് 5 മണി വരെ ഏതെങ്കിലും സ്റ്റാൻഡിലായിരിക്കും. അപ്പോൾ ഈ പെട്രോളിങ്ങിന് പോകുന്ന പോലീസുകാർ എപ്പോഴും എന്നെ കാണുമ്പോൾ എനിക്കറിയാം എന്നെ പൊക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരെ കാണുമ്പോൾ തന്നെ അവരുടെ നേരെ ഇങ്ങനെ നോക്കും, അവരും എന്നെ ഇങ്ങനെ നോക്കും. പിന്നെ ഒരു 2 മിനിറ്റ് മൈമു പോലെ നോക്കിയിട്ട് അവസാനം ചോദ്യം ചെയ്ത് അവസാനം കുറച്ച് നേരം ഞങ്ങൾ തമ്മിലായിരിക്കും. അങ്ങനെ ഒരു വർക്കത്തുണ്ട്. കാരണം ഇപ്പൊ എയർപോർട്ടിൽ പോവാണെങ്കിലും നമ്മൾ ഇവിടെ കുഴപ്പമില്ല, നമ്മൾ പരിചയമുണ്ട്. ഇപ്പൊ ഗൾഫിൽ ചെന്നാലും ഇപ്പൊ അമേരിക്ക ചെന്നിറങ്ങിയാലും ഇവനെ മാറ്റി നിർത്തും. ഇവനെ മാത്രം ശ്രീലങ്കക്കാരനാണെന്നുള്ള സംശയം. എന്തോ അവരായിട്ടൊരു സിങ്ക് ആവുന്നില്ല. ഇദ്ദേഹത്തിനെ കാണുന്ന പോലെയല്ല, ഇത് മാജിക്കാണ്. ശബ്ദങ്ങളുടെ ഒരു മാജിക് തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നല്ല ഈ സ്വരസ്ഥാനങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഈ ജയകുമാർ ചെങ്ങമനാട് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞത് 5 സ്വരസ്ഥാനങ്ങളുണ്ട്. ഖണ്ഡ്യം, തൊണ്ട വെച്ച്, പിന്നെ ഈ കുറുനാക്കുണ്ട്, അത് മറ്റൊരു സ്വരസ്ഥാനമാണ്. അതിന് പറയുന്നത് താലവ്യം. പിന്നെ ഈ കുറുനാക്ക് കഴിഞ്ഞിട്ടുള്ളൊരു പോർഷനുണ്ട്, അതിന് പറയുന്നത് മൂർധന്യം, പിന്നെ ദന്ത്യം, പിന്നെ ഓഷ്ട്യം, ചുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർ മലയാളികളാണ്. മലയാളികൾ ആണ് കൂടുതൽ വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അതിൽ മിമിക്രിക്കാരാണ് യഥാർത്ഥത്തിൽ അത് ശരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബ്ലാക്സ് ഉണ്ടാവും, കറമ്പന്മാർ. അവരുടെ അടുത്ത് ഇപ്പോൾ സാറ് സ്ഥലം ചോദിക്കണം, വേർ ഇസ് ഷുഗർ ഹിൽ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന രീതി ഞാൻ പറയാം. ഒന്ന് ചോദിക്കും സാറേ. Where is Sugar Hill? Just go straight, then right, then left, then you can see the Sugar Hill. അപ്പം അങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ വൈറ്റ്സ് ആണെങ്കിൽ, വെള്ള സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ അവരപ്പോൾ ഈ ബ്ലാക്സ് ഉപയോഗിക്കുന്നത് ഖണ്ഡ്യമാണ്, തൊണ്ട മാത്രമാണ്. അപ്പോൾ ഈ വൈറ്റ്സ് ആണെങ്കിൽ അമേരിക്കക്കാരുടെ ചോദിക്കണം, സാർ ഇത് തന്നെ ചോദിക്കുക, Where is Sugar Hill? Just go straight, then right, then left, then you can see the Sugar Hill. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം ചൈനക്കാരനാണെങ്കിൽ മാറും. അപ്പോൾ അദ്ദേഹം ഈ മൂർധന്യം വെച്ചാണ് സംസാരിച്ചത്, ഈ വൈറ്റ്. ഇപ്പം ഈ ചൈനക്കാരനാണെങ്കിൽ ചോദിച്ചേ. ചൈന എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ചൈന വേണ്ട, Where is Sugar Hill? Just go straight, then right, then left, then you can see Sugar Hill. അപ്പോൾ ചൈനയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷ, ചൈനീസ്. പക്ഷെ അവർ ഉപയോഗിക്കുന്നത് ഇത്ര മാത്രമാണ്, ഈ ദന്ത്യം മാത്രമാണ്. ഇപ്പൊ ഖണ്ഡ്യം എന്ന് പറയുമ്പോൾ ശരിക്കും ജനാർദ്ദനൻ ചേട്ടനൊക്കെ തൊണ്ട കൊണ്ടാണ്. ഓ നമസ്കാരം, എന്റെ കയ്യിലിരിക്കുന്ന സാധനത്തിന്റെ പേര് കപ്പ. അത് തൊണ്ട കൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ മൂർധന്യം, കുറുനാക്ക്, അത് താലവ്യം. പപ്പുവിന്റെ ശബ്ദം എങ്ങനെ ഉണ്ടാക്കുന്നത്? പപ്പുവിന്റെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെയാണ്. അയ്യോ കളനയ്യ മോനെ തൊലപ്പ, നമ്മൾ തന്നെ നോക്കി കിടക്കുക. എന്നിട്ട് അല്ല അങ്ങോട്ട് പോകരുത്, അവിടെ ഒരു ജലം ചെന്നത് താമരശ്ശേരി ചൊല്ലം കല 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 കല. പിന്നെ ഈ മൂർധന്യം എന്ന് പറയുന്നത് മമ്മൂക്കയൊക്കെ മൂർധന്യമാണ് കൂടുതൽ. ഇങ്ങനെ എന്തായി അവിടെ പോണു, ഭയങ്കര ഗ്ലാമറായി പോലും എന്ന് പറഞ്ഞിട്ട് ഇത്രയും പറയാറുണ്ട്. പിന്നെ പല്ലുണ്ട്, പ്രേംകുമാറൊക്കെ പല്ല് ശരിയാ, പല്ലിങ്ങനെ കൂട്ടിപ്പിടിച്ചത് അങ്ങനെ പല്ല് കൂട്ടിപ്പിടിച്ചത് ശരിയാ. പിന്നെ ചുണ്ടുകൊണ്ട് പറയുന്നത് നമ്മുടെ സ്റ്റാർ തന്നെ, സൂപ്പർ സ്റ്റാർ തന്നെ പറഞ്ഞിട്ട്.